ഗാസയിൽ ഇസ്രയേൽ നടത്തുന്നത് വംശഹത്യയാണെന്നാരോപിച്ച പ്രിയങ്ക ഗാന്ധിക്കെതിരെ ഇസ്രയേൽ അംബാസിഡർ രംഗത്തെത്തിയതിൽ വിമർശനവുമായി കോൺഗ്രസ്. ഇന്ത്യൻ പാർലമെന്റിലെ ഒരു അംഗത്തെ ലക്ഷ്യമിട്ട ഇസ്രയേൽ അംബാസിഡറുടെ നീക്കത്തെ പവൻ ഖേര രൂക്ഷമായി വിമർശിച്ചു. ഗാസയിൽ ഇസ്രയേൽ നടത്തുന്നത് വംശഹത്യയാണെന്നാരോപിച്ച പ്രിയങ്ക ഗാന്ധിക്കെതിരെ ഇസ്രയേൽ അംബാസിഡർ റൂവൻ അസർ രംഗത്തെത്തിയതിൽ വിമർശനവുമായി കോൺഗ്രസ് രംഗത്തെത്തി. ഇന്ത്യൻ പാർലമെന്റിലെ ഒരു അംഗത്തെ ലക്ഷ്യമിട്ട ഇസ്രയേൽ അംബാസിഡറുടെ നീക്കത്തെ പവൻ ഖേര എക്സിൽ രൂക്ഷമായി വിമർശിച്ചു. ഇസ്രയേലിന്റെ നടപടി കേട്ടുകേൾവിയില്ലാത്തതാണെന്നും ഇന്ത്യയിലെ അഭിപ്രായ സ്വാതന്ത്ര്യം ഇപ്പോൾ ഇസ്രയേലിൽ നിന്ന് നിയന്ത്രിക്കപ്പെടാൻ തുടങ്ങിയെന്നും അദ്ദേഹം വിമർശിച്ചു. വിഷയത്തിൽ മൗനം പാലിച്ച കേന്ദ്ര സർക്കാരിനെയും പവൻ ഖേര വിമർശിച്ചു. 5 അൽ ജസീറ മാധ്യമപ്രവർത്തകരെ ഇസ്രയേൽ കൊലപ്പെടുത്തിയതിനെ തുടർന്നാണ് പ്രിയങ്ക ഗാന്ധി രൂക്ഷമായ വിമർശനം നടത്തിയത്. പ്രിയങ്ക ഗാന്ധി വാസ്തവ വിരുദ്ധമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയാണെന്ന് അസർ പറഞ്ഞു. ഒപ്പം സംഘർഷത്തിന്റെ നാശനഷ്ടങ്ങളെക്കുറിച്ചുള്ള ഇസ്രയേലിന്റെ വാദം അവതരിപ്പിക്കുകയും ചെയ്തു. ഇസ്രയേൽ 25,000 ഹമാസ് ഭീകരരെ കൊന്നൊടുക്കി. സാധാരണക്കാരുടെ പിന്നിൽ ഒളിച്ചിരിക്കുക, സഹായം സ്വീകരിക്കുകയോ ഒഴിപ്പിക്കുകയോ ചെയ്യാൻ ശ്രമിക്കുന്ന ആളുകളെ വെടിവെക്കുക, റോക്കറ്റ് ആക്രമണം നടത്തുക തുടങ്ങിയ ഹമാസിന്റെ ഹീനമായ തന്ത്രങ്ങളിൽ നിന്നാണ് ഇത്രയും വലിയ മനുഷ്യജീവനുകൾ നഷ്ടമായതെന്നും അസർ തന്റെ പോസ്റ്റിൽ പറഞ്ഞു. ഇസ്രയേൽ 60,000-ലധികം ആളുകളെ കൊന്നുവെന്നും അതിൽ 18,430 പേർ കുട്ടികളായിരുന്നുവെന്നും പ്രിയങ്ക ആരോപിച്ചിരുന്നു. ഒപ്പം 100 കണക്കിന് ആളുകളെ പട്ടിണി കിടത്തി കൊന്നുവെന്നും ദശലക്ഷക്കണക്കിന് ആളുകളെ പട്ടിണിയിലാക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും പ്രിയങ്ക ഗാന്ധി ആരോപിച്ചതിന് പിന്നാലെയാണ് ഇസ്രയേൽ നയതന്ത്രജ്ഞന്റെ പോസ്റ്റ്. നിശബ്ദതയിലൂടെയും നിഷ്ക്രിയത്വത്തിലൂടെയും ഈ കുറ്റകൃത്യങ്ങൾക്ക് വഴിയൊരുക്കുന്നത് തന്നെ ഒരു കുറ്റകൃത്യമാണെന്നും പലസ്തീൻ ജനതയുടെ മേൽ ഇസ്രയേലി നാശം അഴിച്ചുവിടുമ്പോൾ ഇന്ത്യൻ സർക്കാർ മൗനം പാലിക്കുന്നത് ലജ്ജാകരമാണെന്നും പ്രിയങ്ക എക്സിൽ എഴുതി. പവൻ ഖേരയെ കൂടാതെ കോൺഗ്രസിന്റെ ഗൗരവ് ഗൊഗോയിയും ഇസ്രയേൽ അംബാസിഡർക്കെതിരെ ആഞ്ഞടിച്ചു. ഒരു വിദേശ അംബാസിഡർ ഇന്ത്യൻ പാർലമെന്റ് അംഗത്തിനെതിരെ നടത്തിയ അധിക്ഷേപകരമായ പരാമർശങ്ങൾ ഗുരുതരമായ അവകാശ ലംഘനമാണ്. കേന്ദ്ര സർക്കാർ നിശബ്ദരാണെങ്കിലും പാർലമെന്റിന് നിഷ്ക്രിയ കാഴ്ചക്കാരായി തുടരാനാവില്ലെന്നും അദ്ദേഹം പറഞ്ഞു. നാഷണൽ ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.